اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാവരുടെയും പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറബി മാസങ്ങളിൽ ദുൽഖഅദ് മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളാണുള്ളത്. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നീ മാസങ്ങളാണ് ഈ 4 മാസങ്ങൾ. ഈ മാസത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട, നമ്മളെല്ലാവരും ഗൗരവമായി ചിന്തിക്കേണ്ട 1-2 വിഷയങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേത്, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നായി എല്ലാ ദുൽഖഅദ് മാസങ്ങളിലും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി മക്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ വർഷങ്ങളിലും ഈ മാസത്തിലും ഈ മാസം തുടങ്ങുന്നതിന്റെ മുൻപുമൊക്കെ പരിശുദ്ധ മക്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്നവരാണ്. ഇങ്ങനെ എല്ലാ മാസങ്ങളിലും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഹജ്ജിനു വേണ്ടി ഒരുങ്ങുന്ന കുറെ ആളുകൾ ഞങ്ങൾ ഹജ്ജിന് പോകുകയാണ് കേട്ടോ, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുമ്പോ, അതല്ലെങ്കിൽ ആദ്യ ഹജ്ജ് കർമ്മം, ഹജ്ജ് ചെയ്യാനുള്ള ആദ്യ സംഘം പുറപ്പെട്ടു എന്ന വാർത്തകൾ വായിക്കുമ്പോ, ആദ്യമായി എത്തിയ ഹജ്ജ് കർമ്മത്തിനെത്തിയ ആളുകളെ സ്വീകരിച്ചു എന്ന വാർത്തകൾ കാണുമ്പോ, ഇസ്ലാം കാര്യങ്ങളിൽ 5 കാര്യങ്ങളിൽ 5-ാമത്തേതാണല്ലോ ഹജ്ജ്. ആ ഹജ്ജ് എനിക്കും നിർവഹിക്കേണ്ടതുണ്ട്, എനിക്കൊരു ഹജ്ജ് ചെയ്യണം, പരിശുദ്ധമായ ആ മക്ക എന്ന, കഅബ എന്ന ആ പ്രദേശത്തേക്ക്, ആ ഭൂമികയിലേക്ക് എനിക്ക് എത്തിപ്പെടണം എന്ന് സത്യസന്ധമായി ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആളുകളാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് നമ്മളെല്ലാവരും നമ്മളോട് ആവർത്തിച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതൊക്കെ വളരെ നിസ്സാരമാണ്, അതല്ലാത്ത എത്രയെത്ര കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് എന്നതൊക്കെ പല ക്ഷേമ പ്രവർത്തനങ്ങളും
അതൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സത്യത്തിൽ ചില ബുദ്ധിപരമായ കക്ഷികളിൽ നിന്ന്, അതിന്റെ സ്വാധീനത്തിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒന്നാണ്. ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠകരമായ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ നിർവഹിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ശ്രേഷ്ഠകരമായ മഹത്വരമായിട്ടുള്ള കാര്യങ്ങളുമാണ്. കാരണം ഹജ്ജുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാകും അത് ഏറെ ഗൗരവമുള്ള, പ്രാധാന്യമുള്ള ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാകും. പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് നല്ല ഒരു 6 പാക്ക് ഒക്കെ ആയി ഇങ്ങനെ ആരോഗ്യകരമായി നിൽക്കുന്ന ഒരു കാലം, അല്ലെങ്കിൽ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നും ഇല്ലാത്തൊരു കാലം, ആ കാലത്ത് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ ബാലൻസ് ഉണ്ടാകുന്ന ഒരു കാലം, ഒരു വാഹനമുണ്ടായി, ഒരു വീടുണ്ടായി, പിന്നെ മക്കൾക്കൊക്കെ കുറച്ച് സ്ഥലമുണ്ടായി, അങ്ങനെ കുറെ പൈസയുണ്ടായി, ആവശ്യമില്ലാത്ത കുറെ പണമുണ്ടാകുന്ന സമയത്ത് ഒരാളിലേക്ക് നിർബന്ധമാകുന്ന ഒന്നാണ് ഹജ്ജ് എന്ന ഒരു കാഴ്ചപ്പാട് ആളുകൾ പറഞ്ഞിട്ടില്ലെങ്കിലും ചില ആളുകളുടെ മനസ്സിലെങ്കിലും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല ആളുകളെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്തത്. അങ്ങനെ ഒരു ആലോചന ഉണ്ടാകുമല്ലോ. ഹജ്ജിന് പോകുന്ന ഒരാളോട്, ശരി നിങ്ങൾ ഗവൺമെന്റിലാണല്ലേ പോകുന്നത്, എത്ര ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ചെലവ് വരുന്നത്? നിങ്ങൾ പ്രൈവറ്റിലാണല്ലേ പോകുന്നത്, എത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് ചെലവ് വരും? ആ ചോദ്യം ഒരാളുടെ മനസ്സിൽ നിന്ന് വരണമെങ്കിൽ അയാൾ അതിന് താല്പര്യമുള്ള ഒരാളാകണം, അയാൾക്കൊരു ആഗ്രഹം ഉണ്ടാകണം. ഇസ്ലാം കാര്യത്തിൽ ഷഹാദത്ത് കലിമയും നമസ്കാരവും സകാത്തും നോമ്പും ഹജ്ജും, ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ആ ഒരു ആഗ്രഹം, ഒരു താല്പര്യം ഈ ദുൽഖഅദ് മാസത്തിലെ ഈ വാർത്തകൾ കാണുമ്പോൾ നമുക്കുണ്ടാകണം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജ് നമ്മൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ ആ ഹജ്ജിലെ ചില വചനങ്ങൾ, വഇദ് ബവ്വഅനാ ലി ഇബ്രാഹീമ മക്കാനൽ ബൈത്തി അല്ലാ തുശ്രിക് ബി ശൈആ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് കഅബ എന്ന സ്ഥാനം അത് നാം സൗകര്യപ്പെടുത്തി കൊടുത്തു. അല്ലാ തുശ്രിക് ബി ശൈആ, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കാൻ. അതാണ് ഹജ്ജിന്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസമാണ്. അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ പറയുന്നത് അത് കൽപ്പിച്ചത് അനുസരിക്കുക എന്നതാണ് ഹജ്ജിന്റെ ആകത്തുക. വതുഖിർ ബൈതിയ ലിത്വാഇഫീന വൽ ഖായിമീന വറുക്കഇ സുജൂദ്. വതുഖിർ ബൈതിയ, ആ ഭവനത്തെ നീ ശുദ്ധീകരിക്കണം. ലിത്വാഇഫീന, തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി. വൽ ഖായിമീന, നിന്നുകൊണ്ട് ആരാധന നടത്തുന്നവർക്ക് വേണ്ടി. വറുക്കഇ സുജൂദ്, റുകൂഇലും സുജൂദിലുമായി അല്ലാഹുവിനെ ആരാധന നടത്തുന്നവർക്ക് വേണ്ടി നീ ഭവനത്തെ നീ ശുദ്ധീകരിക്കണം. അപ്പോ ആ ഭവനത്തിന്റെ നിർമ്മാണത്തെ കുറിച്ച് ആണ് ഈ ആയത്ത് പറയുന്നത്. എന്തിനാണ് കഅബ നിർമ്മിച്ചിട്ടുള്ളത്? അത് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും ഉദ്ദേശവുമായി പറയുന്നത് ഹജ്ജ് കർമ്മത്തെ കുറിച്ചാണ്. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് അള്ളാഹു പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുകയാണ്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി, നീ ഹജ്ജിനു വേണ്ടി ആളുകളോട് നീ പ്രഖ്യാപിക്കുക. അപ്പൊ ഇബ്രാഹിം നബിക്ക് ഒരു സംശയം, ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആരാ വരിക? ഹജ്ജിനു വേണ്ടി ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ, ഞാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആരാണ് വരിക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പ്രഖ്യാപനം എന്നതാണ്, അത് വിളിച്ചു പറയുക എന്നതാണ് നിന്റെ കടമ. ഹജ്ജിനു വേണ്ടി കാൽനടയായി ആളുകൾ വരും. ഹജ്ജിന്റെ ത്യാഗമാണ് പറയുന്നത്. എങ്ങനെയാണ് ഹജ്ജിലേക്ക് വരിക? കാൽനടയായി കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അത്യന്തം ആഗ്രഹത്തോടുകൂടി ആളുകൾ വരും. സൗകര്യമില്ലെങ്കിലും വാഹനമില്ലെങ്കിലും ആ ഹജ്ജ് ഉപേക്ഷിക്കാത്തവരായി ആളുകൾ വരും. ശാരീരിക സുഖങ്ങളെ കുറിച്ച് ആലോചിച്ച് ഞാനങ്ങ് നടന്നുപോയി കഴിഞ്ഞാൽ എനിക്ക് ശാരീരികമായി പ്രയാസമാണല്ലോ എന്ന് വിചാരിച്ച് ആ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ആളുകൾ വരാതിരിക്കുകയില്ല. അതുകൊണ്ട് കാൽനടയായി കൊണ്ട് ആളുകൾ ആ ഹജ്ജിന് വരും.
വഅലാ കുല്ലി ളാമിരിൻ, അതുപോലെ തന്നെ മെലിഞ്ഞ ഒട്ടകപ്പുറത്താളുകൾ വരും. എത്രയോ കാതങ്ങൾ യാത്ര ചെയ്തുകൊണ്ട്, എത്രയോ കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് ആ ഒട്ടകങ്ങൾ കഅബയെ ലക്ഷ്യമാക്കിക്കൊണ്ട് മക്ക എന്ന ഭൂമികയിലേക്ക് എത്തിപ്പെടുമ്പോ ആ ഒട്ടകങ്ങൾ മെലിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ആ ദൂരത്തിന്റെ കഷ്ടപ്പാടുമായി കൊണ്ട് സ്വബറോടുകൂടി, ക്ഷമയോടുകൂടി, സഹനത്തോടുകൂടി, എളുപ്പത്തിലല്ല, വളരെ സന്തോഷത്തോടുകൂടിയല്ല, സുഖകരമായിട്ടല്ല, എത്ര ദൂരം താണ്ടിക്കൊണ്ടാണെങ്കിലും ആ ഒട്ടകപ്പുറത്താളുകൾ വരും. യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ആ ഹജ്ജിലേക്ക് ആളുകൾ വരിക ഇടുങ്ങിയ വഴികളിലൂടെ വരും, മലകളിലൂടെ വരും, മലയോരങ്ങളിലൂടെ വരും, കഠിനമായ വഴികൾ താണ്ടിക്കൊണ്ടുവരും. യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ആഴത്തിലുള്ള ദൂരങ്ങൾ, എത്രയോ വിദൂരങ്ങളിൽ നിന്ന് ആ ഹജ്ജിനു വേണ്ടി ആളുകൾ വരും. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് അല്ലാഹു പറയുന്നത് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി, ആ ഹജ്ജിനു വേണ്ടി ആളുകളോട് നീ പ്രഖ്യാപിച്ചുകൊള്ളുക എന്നതാണ്. ഈ രണ്ടായത്ത് കേട്ടിട്ട് നമുക്ക് ഹജ്ജിനെ കുറിച്ച് എന്താണ് നമ്മുടെ ഒരു ധാരണയായി വരുന്നത്? ഹജ്ജ് എന്നത് ആ ഹജ്ജിലേക്ക് നല്ല ആരോഗ്യം, ധാരാളം സൗകര്യം, ധാരാളം പണം, ധാരാളം ബാങ്ക് ബാലൻസ്, ഈ ആളുകൾക്കുള്ളത് മാത്രമാണോ ഹജ്ജ്? അതാണ് ഈ ആയത്തുകളിലൂടെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹജ്ജ് എന്ന് പറയുന്നത് ത്യാഗമാണ്, സഹനമാണ്, സമത്വമാണ്, സർവ മാനവത്വമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ ഹജ്ജിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. ആ ഹജ്ജിനു വേണ്ടി ഈ ദുൽഖഅദ് മാസത്തിൽ ഒരുപാട് ആളുകൾ യാത്ര പോവുകയാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്, നമ്മുടെ സുഹൃത്തുക്കളുടെ കുടുംബങ്ങളിൽ നിന്ന്, അതൊക്കെ പോകുന്ന ആളുകള് നമ്മളോട് യാത്ര പറയുമ്പോൾ അവരൊക്കെ വലിയ സമ്പന്നരാണോ? വലിയ സമ്പന്നരാണോ? ഹജ്ജിന് സമ്പത്ത് വേണം. കടം വാങ്ങി നമ്മൾ ഹജ്ജിന് പോകേണ്ടതില്ല. കടമെന്നത് എത്ര നമ്മുടെ സമ്പത്ത് അധികരിക്കുന്നുവോ അത്രയും നമുക്ക് കടം ഉണ്ടാവും. അപ്പൊ വലിയ സമ്പത്തുള്ള, വലിയ ആരോഗ്യകരമായ അവസ്ഥയിലുള്ള ഒരു സന്ദർഭത്തിൽ മാത്രമാണോ ഹജ്ജ് എന്നത് ഈ ദുൽഖഅദ് മാസത്തിൽ നമ്മൾ ആലോചിച്ച് അങ്ങനെ ഒരു ചിന്ത, എനിക്കൊരു ഹജ്ജ് ചെയ്യണം. അല്ലെങ്കിൽ സ്ത്രീകള് ആലോചിക്കുക, ഭർത്താവിനോട് പറയാം എനിക്കൊരു ഹജ്ജ് ചെയ്യണം. അങ്ങനെയാണല്ലോ, എനിക്ക് ആ ഭൂമികയൊന്ന് കാണണം. കാരണം എന്താണ്? അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, മബ്റൂറായ ഒരു ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ ലൈസ ലഹു ജസാഉൻ, അതിന് യാതൊരു പ്രതിഫലവുമില്ല, ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ, സ്വർഗ്ഗമല്ലാതെ അതിന് വേറൊരു പ്രതിഫലമില്ല എന്നതാണ്. അപ്പൊ അത്ര പ്രതിഫലമുള്ള ശ്രേഷ്ഠകരമായ ഒന്നാണ് ഹജ്ജ് എന്നത്. അത് നമ്മുടെ കയ്യിൽ പണമുള്ള സമയത്ത് നമ്മൾ ചെയ്യണം. അങ്ങനെയാണ് എല്ലാ സൗകര്യങ്ങളും ആക്കി. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു എനിക്കൊരു ഹജ്ജ് ചെയ്യണം. അപ്പൊ ഭാര്യ പറഞ്ഞു നമ്മൾ ഇങ്ങനെ നമ്മുടെ മക്കളുടെയൊക്കെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടല്ലോ. ശരി, ഭർത്താവിന് എത്രയോ ഏക്കർ സ്ഥലമുണ്ട്, എത്രയോ സൗകര്യങ്ങളുണ്ട്. ഭർത്താവ് പെട്ടെന്ന് മരിച്ചുപോയി. ഭാര്യക്ക് ഇങ്ങനെ ഒരു സങ്കടം, ഒരു പ്രയാസം. എന്നോട് പറഞ്ഞതാണല്ലോ ഹജ്ജിന് പോണം എന്നുള്ളത്. ഞാൻ ഹജ്ജിന് പോയി, അദ്ദേഹം ഹജ്ജിന് പോയിട്ടില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കൂടി ഒരു ഹജ്ജ് ചെയ്താലോ? അപ്പൊ ഒരാൾക്ക് ഒരേക്കർ സ്ഥലം, വേറൊരാൾക്ക് അരേക്കർ സ്ഥലം, ഭാര്യയുടെ പേരിൽ അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ്, മക്കൾക്ക് ഇവിടെ അത് ഇതൊക്കെ. അപ്പൊ ഭാര്യക്ക് ഒരു തോന്നൽ, എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല, മക്കളോടൊക്കെ ഒന്ന് ചോദിച്ചാലോ? എത്ര മക്കൾ തരും? ഉമ്മാർക്ക് വാപ്പാര് മരിച്ചത് ചോദിക്കാൻ ഒരു മടിയായിരിക്കും. നമ്മളെ പൈസയാണിത്, നമ്മൾ നയിച്ചുണ്ടാക്കിയ പൈസയാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സും ആ ഏക്കർ സ്ഥലമൊക്കെ. എല്ലാവരും ഓരോ ലക്ഷം ഉറുപ്പ്യ കൊടുത്താൽ ഇമ്മാക്കൊരു സമാധാനം. ഉമ്മ പറയാ എനിക്ക് എന്തോ എപ്പോഴും എന്റെ മനസ്സിക്ക് ഇങ്ങനെ വരും, എന്നോട് പറഞ്ഞ്, പക്ഷേ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. വേണോ വേണ്ടേ എന്നുള്ളതൊന്നും അല്ല ഞാൻ ചർച്ച. പക്ഷെ ഈ ഉമ്മാക്ക് ഒരു സങ്കടം. നിങ്ങൾ ആലോചിച്ച് നോക്കും, ആളുകൾക്ക് ഇതൊരു ചർച്ചയല്ല. ലോകത്തിന്റെ എത്രയോ ഭാഗങ്ങളിലൂടെ ടൂർ പോയിട്ടുണ്ടാവും, എത്രയോ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാവും, എത്രയോ പ്രദേശങ്ങളിലേക്ക് പോയിട്ടുണ്ടാകും. ഭർത്താവും ഒരു പക്ഷേ ഇത് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ചില ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഭാര്യക്കുണ്ടാവില്ല ഇങ്ങനെ ഒരു ആഗ്രഹം. പക്ഷെ അപ്പോഴേക്കും ഇങ്ങനെ പറയാം അതിപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് പോരെ. ഒക്കെ കഴിഞ്ഞാലും ഈ തഖ്വ എന്ന് പറഞ്ഞാൽ കേവലം ഈ അനുഷ്ഠാനങ്ങളിൽ മാത്രമുള്ള തഖ്വയല്ല. പിന്നെയോ നമുക്ക് പൈസ ഉണ്ടാവുമ്പോ അതുകൊണ്ട് ഒരു ഉംറക്ക് പോകണം, അത് പൈസ പോകണം എന്നാണ്. പൈസ പോണ ഒരു ഇബാദത്ത് വേണ്ട, തഖ്വ വേണ്ട നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ആ പ്രദേശത്തിന് ഒരു പുണ്യമുണ്ട്, ആ സ്ഥലത്തിനൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അത് നിസ്സാരാക്കരുത്.
നമുക്കെല്ലാ സംഗതിയായി, നമ്മുടെ കയ്യിൽ ഒരു 10 ലക്ഷം റുപ്യ വന്നു. അപ്പൊ നമ്മൾ പിന്നെ ആലോചിക്കാണ്, എന്ത് എല്ലോ ആയി, മക്കളൊക്കെ സെറ്റിലായി, വീടായി, സൗകര്യങ്ങളായി, പിന്നെ ഒരു 25 ലക്ഷം റുപ്യ വന്നു. അപ്പോഴും ആലോചിക്കാം, എന്നാ പിന്നെ ഓരോരുത്തർക്കും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു 25 സെന്റ് സ്ഥലമാണ് വാങ്ങിയിടാം. അപ്പൊ ഇയാൾ പിന്നെയും കടക്കാരനായി. ഏറ്റവും ചുരുങ്ങിയത് ആലോചിക്കണ്ടേ, ഒരു ഉംറക്കെങ്കിലും എന്റെ ഭാര്യയും പോകട്ടെ എന്നാലോചിക്കണ്ടേ? കാരണം എന്താ, ആ സ്ഥലത്തിന് പ്രാധാന്യമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, പ്രസക്തിയുണ്ട്. അല്ലാഹു റസൂൽ പറഞ്ഞു, സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ അഫ്ളലു മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു. എന്റെ പള്ളിയിലുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ, അതായത് മസ്ജിദുൻ നബവിയിലുള്ള, മദീനയിലെ മസ്ജിദിലുള്ള ഒരു നമസ്കാരം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പള്ളിയിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി പ്രതിഫലമാണ് ഒരൊറ്റ വക്ത നമസ്കാരത്തിന്. മസ്ജിദുൽ ഹറമിലുള്ള നമസ്കാരം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പള്ളികളിൽ നമസ്കരിക്കുന്നതിനേക്കാൾ ഒരു വക്ത് നമസ്കാരത്തിന് 1,00,000 പ്രതിഫലമുണ്ട്. ഒരൊറ്റ വക്ത് നമസ്കാരത്തിന് 1,00,000 പ്രതിഫലമുണ്ട്. അപ്പൊ അത് വലിയ പുണ്യമാണ്, വളരെ ശ്രേഷ്ഠകരമായ ഒന്നാണ്. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നമ്മളിങ്ങനെ കുറച്ചൊരു രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നു, എന്നിട്ട് നമ്മളൊന്ന് ഉംറ ചെയ്യാൻ പോയോക്കി. അപ്പൊ നമുക്കറിയത് എത്ര കഷ്ടാണെന്നുള്ളത്. അപ്പൊ ഒരു ഹജ്ജ് ചെയ്യാൻ പോയാലോ, അതിലേറെ കഷ്ടമാണ്. നമ്മള് പിന്നെ മിനയിലേക്ക് പോകണം, അവിടെ നിന്ന് അറഫയിലേക്ക് പോകണം, അവിടെ നിന്ന് മുസ്ദലിഫയിലേക്ക് തിരിച്ചു വരണം, രാത്രി അവിടെ കിടക്കണം. എവിടെ ബെഡുമല്ല, നമ്മുടെ കയ്യിലുള്ള ശീലം എന്താണോ, പായ എന്താണോ, അതിട്ട് അവിടെ നിന്ന് കിടക്കുകയാണ്. അപ്പൊ എത്ര കഷ്ടപ്പാടാണ്. കഷ്ടപ്പാടില്ലാതെ ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. സുഖകരമായി ഹജ്ജ് ചെയ്യാൻ 2026 കഴിയില്ല. കാരണം അത്രത്തോളം സുഖകരമാക്കാൻ കഴിയൂല. ത്യാഗമാണ്. അപ്പൊ അതിന് ആരോഗ്യം വേണം. അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ പ്രാർത്ഥിക്കണം റബ്ബിനോട്, അല്ലാഹുവേ ആ ഭൂമിക എനിക്കൊന്ന് കാണണം, അവിടെ ഒന്ന് പോകണം, നമസ്കരിക്കണം, തവാഫ് ചെയ്യണം, സഅയ് ചെയ്യണം, എനിക്ക് ഉംറ ചെയ്യണം, ഹജ്ജ് ചെയ്യണം എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന തീർച്ചയായും ഈ ദുൽഖഅദ് മാസത്തിൽ ഒരു ചിന്തയായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ഒന്നാണ്. രണ്ടാമത്തേത്, ഹജ്ജ് നിർവഹിക്കാൻ കഴിയാത്ത നമുക്ക് ഹജ്ജിൽ നടത്തുന്ന ചില കർമ്മങ്ങളിൽ നമുക്ക് പങ്കാളികളാകാം. ഹജ്ജാവൂല, പക്ഷെ ഇവിടെ ഹജ്ജിൽ നടക്കുന്ന അതേ കർമ്മത്തിൽപ്പെട്ട ഒരു കർമ്മമാണ് ഉളുഹിയ്യത്ത് എന്നത്. ഉളുഹിയ്യത്ത് എന്താണ്? ഉളുഹിയ്യത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോ അത് കേവലം ഒരു അറവും നമ്മുടെ ഒരു ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു സംരംഭവും അല്ല. ഉളുഹിയ്യത്ത് എന്നത്, ഉളുഹിയ്യത്ത് എന്നത് അത് വലിയ ഒരു ത്യാഗത്തിന്റെ പ്രതീകമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ധാരാളം പ്രാർത്ഥനയ്ക്ക് ശേഷം റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ ഫബശർനാഹു ബിഗുലാമിൻ ഹലീം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ നീ പ്രദാനം ചെയ്യണം റബ്ബേ. എത്രാമത്തെ വയസ്സിലാ? 86ാമത്തെ വയസ്സിൽ. മക്കളില്ല, വീണ്ടും പ്രാർത്ഥിക്കാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവേകമുള്ള ഒരു മകനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് നൽകി. അതാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ഇസ്മായിൽ നബിയെ ആവശ്യമാണ്. ആണോ? അത്യാവശ്യമാണ്. കാരണം എന്താ? അത് പിന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ ഈ മകൻ സഹായിക്കാനുള്ള ഒരു പ്രായമെത്തിയപ്പോ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് തന്നെ ഒരു 16, 17, 18 വയസ്സുള്ള ഒരു മകൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഗതികൾ ആ മകനിൽ നമുക്ക് ഇറക്കി വെക്കാം. അങ്ങനെ ഒരു പ്രായമായപ്പോ അള്ളാഹു പറയുകയാണ്, മകനെ നീ അറുക്കണം. പരാതി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ ഒരു സന്ദേശത്തോടുകൂടി നരബലി എന്നത് ഇസ്ലാം ഒഴിവാക്കണം. ലോകത്തിന് നൽകിയ ഒരു സന്ദേശമാണ്. നരബലി, മനുഷ്യനെ ബലിയിറക്കുക എന്നൊന്നില്ല എന്നതാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബലിയിറക്കാൻ തയ്യാറായപ്പോൾ അല്ലാഹു വേണ്ട, പകരം മൃഗത്തെ അറുത്താൽ മതി എന്ന സന്ദേശം നരബലിയെ ഇസ്ലാം എതിർക്കാൻ, അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യാൻ ആ കാഴ്ചപ്പാടിനെയും ചിന്തയെയും. അപ്പൊ ഇബ്രാഹിം നബിക്ക് മകൻ ആവശ്യമാണ്, മകൻ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ, മോനെ നിന്നെ അറുക്കുന്നതായി ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്താണ് നിന്റെ അഭിപ്രായം? ഇഫ്അൽ മാ തുക്മർ, ബാപ്പാ എന്താണോ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അത് ചെയ്തു കൊള്ളുക. അപ്പൊ ബാപ്പയും മകനും അള്ളാഹുവിന്റെ ഇഷ്ടത്തെ അംഗീകരിച്ച ഒരു ചരിത്രമാണ് ബലി എന്നത്. ത്യാഗമാണ്, ത്യാഗമാണ്.
അപ്പൊ വലിയ സുന്നത്തായ സുന്നത്തുൻ മുഅക്കദായ ഈ ബലിയെ കുറിച്ച് പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെ കാഴ്ചപ്പാടെന്താ? അപ്പൊ നമ്മുടെ പള്ളിയിൽ ബലി അറക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റിൽ ഒരു വർഷം കൂടുമ്പോ എക്സ്ട്രാ എത്ര പേര് വരലുണ്ട്? എല്ലാ പള്ളിയിലും, ഈ പള്ളിന്നല്ല, എല്ലാ പള്ളികളിലും എക്സ്ട്രാ എത്ര പേര് വരും? 10,000 രൂപ ഷെയർ, അല്ലെങ്കിൽ 12,000 രൂപ, 9,000 രൂപ ഒക്കെ ആവുമല്ലോ. നമ്മുടെ പള്ളിന്റെ ഇൻഷാ അല്ലാഹ് പറയും. അപ്പൊ അത് വരുമ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇവിടുന്ന് ഒരാള് ഊട്ടിയിലേക്ക് അല്ലെങ്കിൽ മൈസൂരിലേക്ക് അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ടൂർ പോയി അവിടെ ഒരു റൂം എടുത്ത് ഒരു ദിവസം ഭാര്യയോടൊപ്പം താമസിക്കാൻ എത്ര രൂപയാവും? നമ്മുടെ വാഹനത്തിലേക്ക് പെട്രോൾ അടിക്കാൻ എത്ര രൂപയാവും? എത്രയോ പൈസ നമുക്കുണ്ട്. പക്ഷേ നമ്മൾ പല ആളുകളും പലപ്പോഴും വിധി എഴുതിയിട്ടുള്ള ഒന്നെന്താ അറിയോ? അങ്ങനെ ഒരു ചർച്ച തന്നെ പലപ്പോഴും പല ആളുകളുടെയും മനസ്സിൽ വരുന്നില്ല. ഉളുഹിയ്യത്തിന്റെ ഓഹരി എന്ന് പറയുമ്പോ അത് പഴയ ലിസ്റ്റ് അവിടെ ഉണ്ടല്ലോ എന്നുള്ളതാണ്. അതിന് കുറച്ച് ആളുകൾ ഉണ്ടല്ലോ. അപ്പൊ ഈ ആളുകൾ കഴിഞ്ഞാൽ പുതിയ ആളുകൾ വേണ്ടേ? പട്ടിണിയും പ്രാരാബ്ധവും മാറി, നമ്മുടെ മക്കൾ ഗൾഫിലെത്തി, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഉമ്മാന്റെ മനസ്സിലേക്ക് വരണ്ടേ, ഈ പ്രാവശ്യം ഞാനൊരു ഉളുഹിയ്യത്തിന് ഒരു ഓഹരിക്ക് ഞാൻ കൂടട്ടെ എന്ന് വിചാരിച്ചാൽ അടുത്ത വർഷം അതിലേറെ വലിയ ബർക്കത്ത് ഉണ്ടാകുക. നഷ്ടപ്പെട്ടു പോകില്ലതൊന്നും. കാരണം എന്താ? അള്ളാഹുവിന്റെ തൃപ്തിയാണ്. ആവശ്യമുള്ള അത്യാവശ്യമായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബലിയറുക്കാൻ തയ്യാറായി. നമുക്കേ അറിയുള്ളൂ ബലി അറുത്തിട്ടില്ല എന്നുള്ളത്. ഇബ്രാഹിം നബിക്ക് അറിയില്ലല്ലോ. ഇബ്രാഹിം നബി വിചാരിച്ചോ എന്നോട് ബലി ഇറക്കാനൊക്കെ പറയും, പക്ഷെ അവിടെ എത്തുമ്പോ വേണ്ടാന്ന് പറഞ്ഞ് വിചാരിച്ചോ? അല്ല, നമുക്ക് അറിയുന്നതാണ്. ഇബ്രാഹിം നബിക്ക് അറിയില്ല, അതാ കൊണ്ടുപോയത് അറക്കാനാണ്. അല്ലേ? യാ അബത്തി ഇഷ്തുദരിബാതി ഹത്താല അലുത്തരിബു ഉപ്പാ, എന്നെ നിങ്ങൾ മുറുകെ കെട്ടണം കേട്ടോ, ഞാൻ പിടയാതിരിക്കാൻ. വഖിസിയാബകലി അല്ലാ തല അലൈഹാ ശൈഉം മിൻ ദമി, വസ്ത്രം നിങ്ങളൊന്നും മാറ്റി പിടിക്കണം കേട്ടോ, ആ വസ്ത്രത്തിൽ രക്തം പുരളാതിരിക്കാൻ. അതുപോലെ തന്നെ വസ്റഹമുറുസികീനി അലാ ഹൽഖിൽ യകൂന അഹ്വന അലയ്യ, കത്തിക്ക് മൂർച്ച കൂട്ടണം കേട്ടോ, എന്റെ കഴുത്ത് പെട്ടെന്ന് മുറിഞ്ഞു പോകാൻ. ഉറച്ചു നിന്നതാണ്. ആ ത്യാഗത്തിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തയ്യാറായി. അതാണ് നമ്മൾ ബലിയറുക്കുന്നതിലൂടെ നിർവഹിക്കുന്നത്. അള്ളാഹുവിന് അതിന്റെ രക്തമോ മാംസമോ ഒന്നും വേണ്ട. പക്ഷെ ഇങ്ങനെ ഒരു കൽപ്പന നമ്മളോട് പറയുമ്പോ നിങ്ങളുടെ മനസ്സിലുള്ള കാഴ്ചപ്പാടും തഖ്വയും എന്താണ് എന്നാണ് അള്ളാഹു നോക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ഉളുഹിയ്യത്തിന് നമ്മൾ കഴിവുള്ള ആളുകൾ കഴിവുണ്ടാക്കി പരമാവധി അതിൽ പങ്കാളികളാകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലേ? ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളെന്താ പറയേണ്ടത്? ഖുൽ നബിയെ നീ പറയുക, ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരം, വനുസുകി എന്റെ ബലികർമ്മം, വമഹ്യായ വമമാതി എന്റെ ജീവിതവും എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ്. അപ്പൊ ബലികർമ്മം എന്നത് അല്ലാഹുവിനുള്ളതാണ്, വേറൊരു ബലിയില്ല. അങ്ങനെ നേർച്ചയാക്കപ്പെട്ട ആടുകളും കോഴികളൊക്കെ ആർക്കാ? അത് ഇന്ന നേർച്ചക്കാണ്. ഇസ്ലാമിലില്ല. ഇസ്ലാമിലാർക്കാ? അല്ലാഹുവിന്റെ പേരിൽ മാത്രമാണ്. ശുഹദാക്കളുടെ പേരിൽ, നേർച്ചപ്പെട്ടികളുടെ പേരിൽ ഇങ്ങനെ ഇസ്ലാമിലില്ല. ഹറാമാണത്, ശിർക്കാണത്. ഇതാണ് ഇസ്ലാം പറഞ്ഞ ഒരു ബലികർമ്മം എന്നത്. അതുപോലെ അഖീഖത്താണ്. അപ്പൊ ഇത് വളരെ ഗൗരവമായി. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന്റെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാന ലഹു സഅത്തുൻ, ഒരുത്തന് ബലിയറുക്കാൻ സാധിക്കും, അവന് സഅത്തുണ്ട്, എന്നാൽ വലൻ യുളഹി, അവൻ ബലിയറുക്കുന്നില്ല. ഫലാ യഖറബന്ന മുസല്ലാന, അങ്ങനെയുള്ള മനുഷ്യന്മാർ ആ മുസല്ലയിലേക്ക് വരേണ്ടതില്ല. ഇമാം അൽബാനി ഹസനാക്കിയ ഒരു ഹദീസാണിത്. ഫലാ യഖറബന്ന മുസല്ലാന, ആ മനുഷ്യൻ മുസല്ലയിലേക്ക് വരേണ്ടതില്ല. അപ്പൊ നമുക്ക് അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു കാലം നമ്മിലേക്ക് എത്തിയാൽ, പടച്ചോനെ 7 കൊല്ലം മുമ്പ് എന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു, എന്റെ വീട് എങ്ങനെയായിരുന്നു, എന്റെ സൗകര്യങ്ങൾ എങ്ങനെയായിരുന്നു, എന്റെ മക്കളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു, 7 കൊല്ലത്തിനിപ്പുറത്ത് എന്റെ മക്കൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി, ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് ഞാനൊന്ന് പങ്കുചേരേണ്ടതില്ലേ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അപ്പൊ ഇത് വലിയ പണക്കാർക്ക് മാത്രമുള്ള ഒന്നല്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എങ്ങനെയായിരുന്നു? വളരെ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടും ഭക്ഷണമില്ലാതെയും പട്ടിണി കിടന്നും ഒക്കെ നബി ജീവിച്ചിട്ടുണ്ട്. പക്ഷേ ആ നബിയെ കുറിച്ച് പറയുന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ആടുകളെ, കറുപ്പും വെളുപ്പും കലർന്ന നല്ല കൊമ്പുള്ള ആ ആടുകളെ പ്രവാചകന്റെ കൈകൊണ്ട് തന്നെ ഉളുഹിയ്യത്ത് അറുത്തിരുന്നു. ഉളുഹിയ്യത്ത് അറുക്കുമ്പോ ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ അറുക്കുക. ബിസ്മില്ലാ അല്ലാഹു അക്ബർ, അതാണ് വസമ്മ.
വകബ്ബറ. അപ്പൊ സ്വന്തമായി അറുക്കാൻ കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ അറുക്കാം. 7 ആളുകൾ വരെ ഷെയർ കൂടുകയും ചെയ്യാം. ഈ 2 ചിന്തകൾ, ഒന്ന് ഉളുഹിയ്യത്തിനെ കുറിച്ചുള്ള ഒരു ആലോചനകൾ. ഒരു കുടുംബത്തിൽ ഒരു 6-7 ആളുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അവര് നമുക്ക് ഈ വർഷം നമുക്കൊരു ഉളുഹിയ്യത്ത് അറുത്താലോ? ആ ഒരു സംസാരിക്കേണ്ട സമയമായി. ഇനി ഏകദേശം നമുക്ക് ഒരു 10-28 ദിവസമേ നമ്മുടെ മുൻപിലുള്ളൂ. എനിക്കും ഈ വർഷം ഒന്ന് ഉളുഹിയ്യത്ത് അറുക്കാൻ ഒരു ഷെയറിൽ കൂടാൻ കഴിയോ? ആലോചിക്കാനുള്ള സമയമായി. ഇന്ന് വേണ്ട, അടുത്ത വർഷം ഒരു മാസം 1000 രൂപ ഞാൻ മാറ്റിവെച്ചാൽ, ഒരു മാസം 1000 രൂപ ഞാൻ മാറ്റിവെച്ചാൽ 12 മാസം 12,000 രൂപ ഉണ്ടാവും. അപ്പൊ അടുത്ത വർഷം എനിക്കൊന്ന് കഴിയുമോ എന്നാലോചിക്കേണ്ട സമയമാണ് ഈ ദുൽഖഅദ് മാസം എന്നത്. സഹോദരങ്ങളെ, നമ്മൾ മുൻഗണന നൽകേണ്ട ചില കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. നമ്മൾ ചെയ്യേണ്ട ചില സംഗതികളുണ്ട്, ആലോചിക്കേണ്ട ചില സംഗതികളുണ്ട്. എനിക്കും മരിക്കുന്നതിന്റെ മുൻപ് ഇതിലൊക്കെ ഒന്ന് പങ്കുചേരണം, എനിക്കൊരു ഹജ്ജ് ചെയ്യണം, ഒരു ഉംറ ചെയ്യണം എന്നൊരു ചിന്തയുണ്ടായാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ മാർഗത്തിലുള്ള ഒരു നന്മയായതുകൊണ്ട് നടപ്പിലാക്കും. അള്ളാഹു നടപ്പിലാക്കി തരും. നമ്മൾ ദുആ ചെയ്താൽ മതി. അള്ളാഹു അതിനുള്ള റിസ്ക്കും അതിനുള്ള അനുഗ്രഹവും അതിനുള്ള ബറക്കത്തും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.